அழகில் என் இதயம் நான் இலகை மறந்து மறந்து கொஞ்சிடவும் என் சிடவும் மறகுதே உருகுதே உன் வழியில் என் பயணம் அழகை நடந்து நடந்து அஞ்சிடவும் இஞ்சிடவும் செதறுதே பதறுதே. ഹായ്, എൻജോയ് ചേക്കയുടെ പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വിജയണ്ണന്റെ കത്തി മൂവിയിലെ നെക്സ്റ്റ് സീനാണ്. ശരിക്കും നല്ല കിളി പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6:30 ഒരു സംഭവം നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മൾ കത്തി മൂവിയുടെ കൂടെ നിങ്ങൾ സജഷൻ തന്ന ഒരു മൂവിയും കൂടി നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ 6:30 സ്റ്റാർട്ട് ചെയ്ത ആ സംഭവം അപ്ലോഡ് ആയിട്ട് കോപ്പിറൈറ്റ് ആണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ 9:30 ആയി സമയം. ഇതിന്റെ ഇടയ്ക്ക് ഏകദേശം എന്താ പറയാ പോസ്റ്റ് ആയിട്ട് ഇത്ര ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണം, ഫുള്ള് കിളി പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ എന്നാലും നമ്മൾ ഒരു ദിവസം പോലും വീഡിയോ മിസ് ചെയ്യരുത് എന്നുള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അറിയില്ല എങ്ങനെയാണോ റിയാക്ഷൻ എന്നുള്ളത്. കാരണം വെച്ചാല് എന്തായാലും റെഡി ആയിരുന്നു. അപ്പൊ എന്തായാലും വീഡിയോ എടുക്കാം. നമ്മുടെ ഇന്നലെ ഓൾറെഡി സീൻ കഴിഞ്ഞ ഏകദേശം ഒരു സോങ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സോങ്ങിലോട്ടാണ് സോങ്ങിലോട്ട് തന്നെ പോവാം. സോങ്ങിന്റെ പേരൊക്കെ അങ്ങ് വിട്ടുപോയേക്കണം. നേരെ സോങ്ങിലോട്ട് പോവാം അല്ലെ? തുടങ്ങിയാലോ? അതെ, തുടങ്ങിയാലോ? റെഡി അല്ലേ? ആ പടത്തിന്റെ പേര് നമ്മൾ പിന്നെ പറയട്ടോ. ഏതാ നമ്മുടെ തുടങ്ങാം അല്ലേ? Feel like I'm falling hard. Oh my God. Go. ஆத்தி என நீ பார்த்த உடனே காத்தில் வச்ச இறகான காட்டு மரமா வளர்ந்த இவனோ ஏத்தி வச்ச மெழுகான கோர புல்ல ஒரு நொடியில் வானவில்ல திரிச்சாயே பாலக்கல்ல மர நொடியில் ஈரமண்ண கொழிச்சாயே ஊர அழகி உலக அழகி யாரோ இல்லோட போல பாட்டி நெருங்கி பாப்ப பழகி உன் அழகில் என் இதயம் நான் இலகை மறந்து மறந்து கொஞ்சிடவும் என் சிடவும் மறகுதே உருகுதே உன் வழியில் என் பயணம் அழகை நடந்து நடந்து அஞ்சிடவும் இஞ்சிடவும் செதறுதே பதறுதே உன் அழகில் என் இதயம் நான் இலகை மறந்து மறந்து கொஞ்சிடவும் என் சிடவும் மறகுதே உருகுதே உன் வழியில் என் பயணம் தடைய நடந்து நடந்து அஞ்சிடவும் இஞ்சிடவும் செதறுதே பதறுதே உன் அழகில் என் இதயம் தன் இலகை மறந்து மறந்து கொஞ்சிடவும் என் சிடவும் மறகுதே உருகுதே உன் வழியில் என் பயணம் தடைய நடந்து நடந்து அஞ்சிடவும் இஞ்சிடவும் செதறுதே பதறுதே. சாமிசல போலே பிறந்து பூமியில நடந்தாயே தூசி என கண்ணில் விழுந்து ஆறுயிர கலந்தாயே கால் முளைச்செருங்கோலியா நீ நடந்து வாரே புள்ள கல்லிப்பட்ட கண்ணாடியா நான் உடைஞ்ச போரே உள்ள ஜாடையில தேவதையா நெஞ்சிடிற அழகாக பார்வையில வாசனைய தூவிடிற வசமாக ஊர அழகி உலக அழகி யாரோ இல்ல உன போல பாடி நெருக்கி பாப்பு பழகி
நீ பார்த்த உடனே காற்றில் வச்ச இறகான காட்டு மரமா வளர்ந்த இவனோ ஏற்றி வச்ச மெழுகானே அழகில் என் இதயம் உன் அழகில் என் இதயம் அழகில் என் இதயம் நான் இலகை மறந்து மறந்து கொஞ்சிடவும் என் சிடவும் மறகுதே உருகுதே உன் வழியில் என் பயணவன் தடைய நடந்து நடந்து அஞ்சிடவும் என் சிடவும் செதறுதே பதறுதே உன் அழகும் என் இதயம் இலகை மறந்து மறந்து கொஞ்சிடவும் என் சிடவும் மறகுதே உருகுதே உன் வழியில் என் பயணவன் தடைய நடந்து நடந்து அஞ்சிடவும் என் சிடவும் செதறுதே பதறுதே உன் அழகில் என் இதயம் நான் இலகை மறந்து மறந்து கொஞ்சிடவும் என் சிடவும் மறகுதே உருகுதே உன் வழியில் என் பயணவன் தடைய நடந்து நடந்து அஞ்சிடவும் என் சிடவும் செதறுதே பதறுதே പെട്ടെന്ന് നിർത്തിയാണ് അവിടെ. അതായത് ശരിക്കും നമുക്കറിയാം ആ ഒരു ബീറ്റ് ഇല്ലേ, ഇൻട്രോ ബീറ്റ് ഒരിക്കലും വിട്ടുമാറാണ്ടാണ് രണ്ട് സോങ് ഉള്ളത്. ആദ്യത്തെ സാധനം കേൾക്കുമ്പോഴേക്കും നമ്മൾ ഈ പാട്ട് ഇവിടെ എന്തിനാ വന്നത് എന്ന് പെട്ടെന്ന് ആലോചിച്ചു. പക്ഷെ എന്നിതേം എന്ന് പറയുന്ന ആ സാധനം തുടങ്ങുന്ന സമയത്ത് അതെല്ലാം പോകും. അതാണ് ആ ഒരു സംഭവം. അതായത് ശരിക്ക് ഫസ്റ്റ് സോങ്ങിന്റെ തുടങ്ങത്തന്നല്ലേ, ഫസ്റ്റ് പക്കമ്പന്തിന്റെ അകത്തും ആ ഒരു ബീറ്റ് ഭയങ്കര ലോ ആയിട്ടാണ്, ഭയങ്കര ലോയിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അത് വരുന്നത്. പിന്നെ അത് ഹൈ എൻഡിലേക്ക് പോകുക. അപ്പൊ അവിടെയാണ് നമുക്ക് ആ ഒരു എന്താ പറയാ ഗൂസ് ബംസ് അല്ല, എന്താ പറയാ ആ ഒരു പവർ ഓഫ് എനർജി നമ്മളിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. അത് മ്യൂസിക്കിൽ തന്നെ എല്ലാം ഫ്യൂഷനാണ്. ഫ്യൂഷന്റെ ആ ഒരു കളിയാണ് കളിച്ചോണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഒരു കോസ്റ്റ്യൂം സാധനങ്ങളൊക്കെ, അതുപോലെ തന്നെ ആ ഒരു ക്രിയേറ്റ് ചെയ്ത ലൊക്കേഷൻ എല്ലാം കൊണ്ടും അല്ലേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവം ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല സാധനം. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും സമന്തേനെ ഇതിനകത്തുള്ള പറയില്ലേ, സമന്ത ഇനി നമ്മള് എന്താ പറയാ എത്ര ക്രിഞ്ചാണ് സംഭവങ്ങളാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുകയോ, പക്ഷെ പുള്ളിക്കാരി ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. പറഞ്ഞിട്ട് കാര്യമില്ല, സ്ക്രീനിൽ വരുന്ന ചിരിക്കുമ്പോ തന്നെ നമുക്ക് എന്താ പറയാ അങ്ങനെ പുള്ളിക്കാരി ക്രിയേറ്റ് ഒന്നും ചെയ്യുന്നതായിരിക്കില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ അതാണെങ്കിൽ വിജയണ്ണൻ തന്നെ അവിടെ നിന്ന് ഓരോ സ്ഥലത്ത് ഇങ്ങനെ കാണിച്ചിരുന്നുണ്ടല്ലോ. അതുപോലെ ആ ഒരു സംഭവം കൊഞ്ചുന്ന സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഒരു രക്ഷയില്ലാത്ത സോങ്. അനിരുദ്ധിന്റെയും വോയിസ്, അതുപോലെ തന്നെ വിശാൽ ഡെഡ്ലൈൻ എന്ന ആ ഒരു സിംഗർ ഒരു രക്ഷയില്ല. അതായത് ഭയങ്കര തൊണ്ടയിന്നെടുത്ത് പാടുന്ന ഒരു എടുത്തിട്ട് പാടുന്ന ഒരു ഫീൽ, അതായത് ഉള്ളിലുള്ള ശക്തികളെല്ലാം പുറത്തെടുത്ത് പാടില്ലേ, അതുപോലെ ഒരു ഫീൽ ആയിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്. ഒരു രക്ഷയില്ലായിരുന്നു സോങ്. അപ്പൊ എന്തായിരിക്കും ബാക്ക് ടു ബാക്ക് സോങ്ങുകളാണ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയായിട്ട് ആ ഒരു തീം സംഭവങ്ങളൊക്കെ ഫുൾ ആയിട്ട് അങ്ങോട്ട് പോയിട്ടില്ല, ചെറുതായിട്ടൊന്ന് സീരിയസ് ആയെങ്കിലും പിന്നെ ട്രാക്ക് മാറി. അപ്പൊ എന്തായാലും നമുക്ക് കുറെ കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഏകദേശം എന്താ പറയാ എന്തൊരു കമന്റ് ഉണ്ടായിരുന്നു, അതായത് ഡബിൾ തുപ്പാക്കിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്ലോ ഡെവലപ്മെന്റ് ആണ്, പിന്നീട് അങ്ങോട്ട് ഫാസ്റ്റ് ആവുന്നുള്ള രീതിയിലല്ലേ പറഞ്ഞേ. അതെ. അപ്പൊ എന്തായാലും ഞാൻ അതിനായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. കാരണം കുറെ ക്യൂരിയോസിറ്റി എനിക്കുണ്ട്, കുറെ കമന്റ്സ് വരുന്ന സമയത്ത് എന്താണ് സംഭവം എന്ന് അറിയാനായിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അടുത്ത സീനിൽ. അതിരിക്കും. ബൈ ബൈ.